എൻട്രി ടി വിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഹലോ ഓൾ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ റീസണിങ്ങിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിനകത്തെ അടുത്ത ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ. ഇപ്പോൾ നമുക്ക് എല്ലാ PSC ക്വസ്റ്റ്യൻസിലും ബ്ലഡ് റിലേഷനിൽ നിന്ന് ഷുവറായിട്ടും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിച്ച് നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസിക്സും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക്സിലേക്ക് പോകാം. നമ്മൾ ബ്ലഡ് റിലേഷൻ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ റിലേഷൻഷിപ്പാണ്. നമുക്ക് നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള റിലേഷൻ. അപ്പോൾ ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അച്ഛൻ, പിന്നെ അമ്മ മദർ, അതേപോലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് മദർ സൈഡിലെ ആണെങ്കിലും ഫാദർ സൈഡിലെ ആണെങ്കിലും നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്നാണ് പറയുന്നത്. അമ്മയുടെ അച്ഛനായാലും അച്ഛൻ്റെ അച്ഛനായാലും ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. അമ്മയുടെ അമ്മയായാലും അച്ഛൻ്റെ അമ്മയായാലും നമ്മൾ ഗ്രാൻഡ് മദർ എന്ന് പറയും. അപ്പോൾ പിന്നെ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് പെറ്റേണൽ. പെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിൻ്റെ സൈഡിലുള്ളത്, മെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിൻ്റെ സൈഡ്. ഓക്കെ, അപ്പം മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. പിന്നെ നമുക്കറിയാം സിബ്ലിങ്സിന്, അതായത് നിങ്ങളുടെ തന്നെ സ്വന്തം അനിയനെയോ അനിയത്തിയോ ചേട്ടനെയോ ചേച്ചിയോ നമ്മൾ പറയുന്നതാണ് സിബ്ലിങ്സ് എന്ന്. അപ്പോൾ അതേപോലെ തന്നെ അത് ബ്രദർ സിസ്റ്റർ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ കസിൻസ്, നിങ്ങളുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്ററിൽ ഉണ്ടാകുന്ന ചിൽഡ്രനെയാണ് നിങ്ങളുടെ കസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് റിലേഷൻഷിപ്പ് വരുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താണെന്നറിയാം, ഗ്രാൻഡ് മദർ എന്താണെന്നറിയാം, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ പറഞ്ഞു. ഇനി എന്താണ് സൺ ഇൻ ലോ. സൺ ഇൻ ലോ എന്ന് പറയുമ്പോൾ എന്താണ്, മകളുടെ ഭർത്താവിനെയാണ് സൺ ഇൻ ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡോട്ടർ ഇൻ ലോ, മകൻ്റെ ഭാര്യയാണ് ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബ്രദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വരാം. ഇപ്പം ഒരു സിസ്റ്ററിനാണെങ്കിൽ, സിസ്റ്ററിൻ്റെ കേസിൽ രണ്ട് ഗേൾ ചൈൽഡിൻ്റെ കേസിലാണെങ്കിൽ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് ബ്രദർ ഇൻ ലോ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത്, വൈഫിൻ്റെ കേസിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെയും ബ്രദർ ഇൻ ലോ എന്ന് പറയാം. ഇങ്ങനെ രണ്ട് കേസ് ബ്രദർ ഇൻ ലോൻ്റെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിമിലർ കേസ് ആയിരിക്കും സിസ്റ്റർ ഇൻ ലോ വരുന്നത്. ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനെയും സിസ്റ്റർ ഇൻ ലോ എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് പറയുക, വൈഫിൻ്റെ സിസ്റ്ററിനെ നമുക്ക് ഹസ്ബൻഡിന് അവർ സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും. വൈഫിൻ്റെ സിസ്റ്ററും സിസ്റ്റർ ഇൻ ലോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ റിലേഷൻഷിപ്പ്, കസിൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. മിക്കവാറും നമുക്ക് ചോദിക്കാറുള്ളത് ത്രീ ഹിറാർക്കിയൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും 3 ഹിറാർക്കിയലായിരിക്കും ചോദിക്കാറ്. ഇനി അതിൽ കൂടുതൽ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും, ഗ്രേറ്റ് എന്നുള്ള രീതിയിൽ വരും. ഇപ്പോൾ നമുക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇപ്പോൾ എ ഈസ് സിസ്റ്റർ ഓഫ് ബി. നമുക്ക് പല രീതിയിൽ ഉള്ള യൂണിവേഴ്സൽ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്ന അത് വൺ ഓഫ് ദി യൂണിവേഴ്സൽ റെപ്രസെൻറ്റേഷനാണ് ബ്ലഡ് റിലേഷൻ്റെ. അപ്പം എ ഈസ് സിസ്റ്റർ. അപ്പം നമുക്ക് യൂണിവേഴ്സലി നമ്മൾ മെയിൽസിനെ ഏത് സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്ലസ് സിമ്പിൾ വെച്ചിട്ടും ഫീമെയിൽസിന് മൈനസ് സിമ്പിൾ വെച്ചിട്ടുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എ സിസ്റ്റർ ഓഫ് ബി എന്ന് പറയുമ്പം എയുടെ ജെൻഡർ അവിടെ എന്താണ് കിട്ടുന്നത്, സിസ്റ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് സിസ്റ്റർ. അപ്പോൾ അവിടെ എയുടെ സിമ്പിൾ ജെൻഡർ നമുക്ക് കിട്ടി എന്താണ്, മൈനസ് ആണ്, അതായത് ഫീമെയിലാണ്. അപ്പോൾ എ ഈസ് സിസ്റ്റർ ഓഫ് ബി. സിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, രണ്ടുപേരും അപ്പോൾ ഒരേ ജനറേഷനാണ് അല്ലേ. അപ്പോൾ ഒരേ ജനറേഷൻ ആകുമ്പോൾ സെയിം ലെവലാണ്. അപ്പോൾ അവരെ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ അപ്പോൾ ഇതാണ് എ ഈസ് സിസ്റ്റർ ഓഫ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ ഈസ് ബ്രദർ ഓഫ് ബി എന്ന് പറയുമ്പോൾ എയുടെ ജെൻഡർ അവിടെ പ്ലസ് ആണ്, അതായത് മെയിലിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്ലസ് സൈൻ വെച്ചിട്ടാണ്. അപ്പോൾ അതും ഹൊറിസോണ്ടൽ ലൈനാണ്, എ ബ്രദർ ഓഫ് ബി. ഓക്കെ, ഇനി എ ഈസ് ഡോട്ടർ ഓഫ് ബി. ഡോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെക്കാട്ടും ഒരു
ജനറേഷൻ ഹയർ ആണ് എപ്പോഴും നമ്മുടെ പാരൻസ് അല്ലേ. അപ്പം നമ്മൾ ഒരു ലെവലാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഹിയറാർക്കിയൽ ലെവലായിരിക്കും നമ്മുടെ പാരൻസ് വരുന്നത്. അപ്പോൾ എ ഈസ് ഡോട്ടർ ഓഫ് ബി, ബിയുടെ ജെൻഡർ നമുക്ക് അറിയാൻ പാടില്ല. ഒരിക്കലും നമുക്ക് അറിയാൻ പാടില്ലാത്ത ജെൻഡർ നമ്മൾ അസ്യൂം ചെയ്യരുത്. നമുക്കത് നമ്മുടെ സെൻറ്റൻസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ജെൻഡർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഒരിക്കലും ജെൻഡർ അസ്യൂം ചെയ്ത് ഇതാവാമെന്ന് നമ്മൾ ഒരിക്കലും അസ്യൂം ചെയ്ത് മാർക്ക് ചെയ്യരുത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എ ഈസ് ഡോട്ടർ ഓഫ് ബി. അപ്പോൾ എയുടെ ജെൻഡർ നമുക്കറിയാം. എയുടെ ജെൻഡർ എന്താണ്? മൈനസ് ആണ് അല്ലേ. ഡോട്ടർ എന്നുള്ള കേസിൽ മൈനസ് ആണ്. അപ്പോൾ എ താഴെ വരണം, മുകളിലേക്ക് വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യണം ബി. ഓക്കെ, അപ്പം എ ഈസ് ഡോട്ടർ ഓഫ് ബി. എൻ്റെ തൊട്ട് ഹയർ ലെവലിൽ നമ്മൾ ബീനെ മാർക്ക് ചെയ്യുക. ഓക്കെ, അതും വെർട്ടിക്കൽ ലൈൻ വെച്ച് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് പാരൻറ്റ് ചൈൽഡ് ഡയഗ്രാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ബി ടു എ എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ് ആൻസർ. കാരണം ബി എയുമായിട്ട് എന്താണ് റിലേഷൻ എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ബിയുടെ ജെൻഡർ എന്ത് വേണേലും ആവാം, മെയിലും ആവാം ഫീമെയിലും ആവാം. ബി എന്ന് പറയുന്ന എയുടെ ഫാദർ ആവാം അല്ലെങ്കിൽ മദർ ആവാം. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ബി ടു എ എന്ന് ചോദിച്ചാൽ നമുക്ക് കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നായിരിക്കും ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് എ ടു ബി എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഉണ്ട്. കാരണം എയുടെ ജെൻഡർ നമുക്കറിയാം, റിലേഷനും അറിയാം. എന്താണ്? എ ബിയുടെ ഡോട്ടറാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിനി മാർക്ക് ചെയ്യേണ്ടത് ബി ഈസ് വൈഫ് ഓഫ് സി. അതായത് കപ്പിൾ അല്ലെങ്കിൽ മാരീഡ് കപ്പിൾ റിലേഷൻ എങ്ങനെയായിരിക്കും നമ്മൾ കാണിക്കുന്നത്? നമുക്ക് ഒന്നല്ലെങ്കിൽ ഡബിൾ ഹാഷ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്ക് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബി ഈസ് വൈഫ് ഓഫ് സി. അപ്പോൾ അതായത് ഞാനൊരു ബ്രിഡ്ജ് വെച്ചിട്ടാണ് ബി ആൻഡ് സീനെ കണക്ട് ചെയ്തത്. ബി ഈസ് വൈഫ് ഓഫ് സി. അപ്പോൾ എപ്പോഴും ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആർക്കാണ്, നമ്മുടെ പാരൻറ്റ് ചൈൽഡ് റിലേഷൻ വെർട്ടിക്കൽ ലൈനാണ്. അതേപോലെ ബ്രദർ സിസ്റ്റർ റിലേഷൻ അല്ലെങ്കിൽ സിസ്റ്റർ സിബ്ലിങ്സ് റിലേഷൻ വരുന്നത് ഹൊറിസോണ്ടലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബി ഈസ് വൈഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സിയുടെ ജെൻഡർ നമുക്ക് അവിടെ നിന്ന് കിട്ടും അല്ലേ. എന്താണ്? സിയുടെ ജെൻഡർ മെയിലാണ്. സോ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് സി ടു എ? നമുക്കിപ്പോൾ ആൻസർ ഉണ്ട്. എന്താണ്? ഫാദറാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് ബി ടു എ എന്ന് ചോദിച്ചാൽ മദറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രമാറ്റിക്കലി ബ്ലഡ് റിലേഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് ഇതേപോലെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്ത് ആൻസറിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്ലഡ് റിലേഷൻ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ ഏതൊക്കെയാണ്, ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് വഴി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോരോ PSC ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് ഡയഗ്രാം വരച്ച് നോക്കാം. എ ഈസ് ബ്രദർ ഓഫ് ബി ആൻഡ് സി ഈസ് സിസ്റ്റർ ഓഫ് ഡി. ബി ഈസ് ദ ഡോട്ടർ ഓഫ് ഡി. വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് എ ടു സി? ഇങ്ങനെയാണ് നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് തന്ന ഓരോ വേർഡ്സ് വെച്ചിട്ട് വരച്ച് നോക്കാം ഡയഗ്രാം എങ്ങനെ വരുന്നു. എ ഈസ് ബ്രദർ ഓഫ് ബി. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? എയുടെ ജെൻഡർ എന്താണെന്ന് കിട്ടി. എയുടെ ജെൻഡർ പ്ലസ് ആണ്, കാരണം എ ഈസ് ബ്രദർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എ ഈസ് ബ്രദർ ഓഫ് ബി. ഓക്കെ, ആൻഡ് സി ഈസ് സിസ്റ്റർ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിയുടെ ജെൻഡർ എന്താണെന്ന് കിട്ടി? അവിടെ മൈനസ് ആണെന്ന് കിട്ടി. സി ഈസ് സിസ്റ്റർ ഓഫ് ഡി. ബി ഈസ് ഡോട്ടർ ഓഫ് ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബിയുടെ ജെൻഡർ അപ്പോൾ എന്താണെന്ന് നമുക്ക് കിട്ടി? മൈനസ് ആണ് അല്ലേ, ഫീമെയിലാണ്. ബി എന്ന് പറയുന്നത് ഡീൻ്റെ ഡോട്ടറാണ്. അപ്പോൾ ഡി എവിടെ വരണം? ഡി ബീൻ്റെ തൊട്ട് ഹയർ ലെവലിൽ വേണം പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഡി. ഓക്കെ, അതേപോലെ തന്നെ ബി ഈസ് ഡോട്ടർ ഓഫ് ഡി. അപ്പോൾ ഇനി വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ്, അപ്പോൾ ഡിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? സി ഈസ് സിസ്റ്റർ ഓഫ് ഡി. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്കറിയാം സിസ്റ്റർ ഓഫ് ഡി ആണ്. സി എന്ന് പറയുന്നത് സിസ്റ്റർ ഓഫ് ഡി ആണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് എ ടു സി? അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിൽ എന്താണ് റിലേഷൻ? അപ്പോൾ എയുടെ പാരൻ്റായിട്ട് വരും ആര്? എ ബിയുടെ ബ്രദറാന്ന് പറഞ്ഞിട്ടുണ്ട്, ബി ഡിയുടെ ഡോട്ടറാന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ സണ്ണാണ് അല്ലേ. അപ്പോൾ ഡിയുടെ സണ്ണ് എന്ന് പറയുന്നത് ഡിയുടെ സിസ്റ്ററാണ് ആര്, സി. അപ്പോൾ എക്ക് സി എന്ന് പറയുന്നത് ആണ്ടാണ് അല്ലേ. അപ്പോൾ ആണ്ട് റിലേഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് എ ടു സി ആണ്. അവിടെ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് സി ടു എ ചോദിച്ചാലാണ് ആണ്ട്. സി എയുടെ ആരാണെന്ന് ചോദിച്ചാൽ ആണ്ടാണ്. അപ്പോൾ ഇവിടെ എ സിയുടെ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി രണ്ടുപേരെയും കൂടെ പഠിക്കേണ്ട രണ്ട് റിലേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? നെവ്യൂ, നീസ്. ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഗേൾ ചൈൽഡിനെ നമ്മൾ നീസ് എന്ന് പറയും. ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ബോയ് ചൈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ നെവ്യൂ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ഗേൾ ചൈൽഡ് നമുക്ക് നീസ് ആയിരിക്കും. നമ്മുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ബോയ് ചൈൽഡ് നമ്മുടെ നെവ്യൂ ആയിരിക്കും. അപ്പോൾ സിയുടെ ആരായാലും ബ്രദർ ഓർ സിസ്റ്റർ ആരും ആണ് ആര്, ഡി. അതിൻ്റെ ബോയ് ചൈൽഡ് സിക്ക് ആരായിരിക്കും, നെവ്യൂ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് സി ടു എ എന്നായിരുന്നെങ്കിൽ ഉത്തരം എന്ത് വന്നേനെ? സി ടു എ എന്ന് ചോദിച്ചാൽ ആണ്ടെന്ന് വന്നേനെ. ഇവിടെ ചോദ്യം എന്താണ്? എ ടു സി, എ സിയുടെ ആരാണ്. അപ്പോൾ എ ടു സി എന്ന് ചോദിച്ചത് കൊണ്ട് ഉത്തരം എന്തായി? നെവ്യൂ എന്നായി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ നെവ്യൂ ആണ്. ഇനി ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഡി ഈസ് അല്ലെങ്കിൽ ഇ ഈസ് ഗ്രാൻഡ് ഫാദർ ഓഫ് ബി. ഓക്കെ, ഇ ഈസ് ഗ്രാൻഡ് ഫാദർ ഓഫ് ബി എന്ന് പറയുകയാണെങ്കിൽ ഡിയുടെ ഫാദറായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. അതായത് ഒരു ഹിറാർക്കിയും കൂടെ മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഓരോരോ ഹിറാർക്കിയിൽ പറയുന്ന റിലേഷൻ അനുസരിച്ച് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ തൊട്ട് അഗെയിൻ 2 റിലേഷൻ വരും. അതായത് ഇത് തൊട്ട് ടോപ്പ് ലെവൽ, അതിൻ്റെ ടോപ്പ് ലെവലായിരിക്കും ഗ്രാൻഡ് ഫാദർ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡി ഈസ് ഗ്രാൻഡ് ഫാദർ ഓഫ് അല്ലെങ്കിൽ ഇ ഈസ് ഗ്രാൻഡ് ഫാദർ ഓഫ് ബി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഈസ് ഗ്രാൻഡ് ഫാദർ ഓഫ് ബി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നതുകൊണ്ട് ഒരു ജനറേഷൻ ഗ്യാപ്പ് വരും, താഴെ ബി വരും. ഇങ്ങനെയായിരിക്കും ഈസ് ഗ്രാൻഡ് ഫാദർ ഓഫ് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഡയഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നൊരു ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം, റിലേഷൻസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നൊരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് PSCയിൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് റിലേഷനിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനെയും ആൻസർ ചെയ്യാൻ പറ്റും. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് സോൾവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഒരു ഫോട്ടോയിലുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇന്നയാൾ ഇയാളുടെ സണ്ണിലോ ആണ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളുമായിട്ടുള്ള റിലേഷൻ എന്താണ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതുമാതിരി ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ബ്ലഡ് റിലേഷനിൽ നിന്ന് വരും. നമ്മൾ അടുത്ത സെഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ മാക്സിമം PSCയിൽ ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും വിട്ടു പോവുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ വരുമ്പോൾ ഈ കമൻസിനെല്ലാം ബേസ് ചെയ്തിട്ട് അതിനെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.